ഹലോ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ലഞ്ച് കഴിക്കാൻ വിഴിഞ്ഞത്തേക്ക് പോവാണ്. തിരുവനന്തപുരംകാർക്ക് അറിയായിരിക്കും, സീ ഫുഡ് ലഞ്ച് അല്ലെങ്കിൽ സീ ഫുഡ് കഴിക്കണമെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു സ്ഥലം വിഴിഞ്ഞമായിരിക്കും. വിഴിഞ്ഞത്താണെങ്കിൽ ഒത്തിരി റെസ്റ്റോറൻറ്റുകളുണ്ട്. ഞങ്ങൾ പോവാറുണ്ട് കേട്ടോ വിഴിഞ്ഞത്ത് ഡിന്നർ കഴിക്കാനാണ് പക്ഷെ കൂടുതലും പോവാറ്. ഇന്നൊരു ചേഞ്ച് ഉണ്ട്, ഞങ്ങളിതേ ലഞ്ച് കഴിക്കാൻ പോവാം. എൻ്റെ വീട്ടുകാർക്ക് ഈ മീറ്റിനെക്കാട്ടിലും കൂടുതലും ഇഷ്ടം ഫിഷിനോടാണ്. നീലുവേവിക്കും അതെ കേട്ടോ, ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളിതേ ഇന്ന് വന്നിരിക്കുന്ന ആഴാകുളം വിഴിഞ്ഞം ആഴാകുളത്തുള്ള സീ ഫുഡ് കഫേ. അത് മത്സ്യഫെഡിൻ്റെ റെസ്റ്റോറൻ്റ് ആണ്. ഭയങ്കര സ്പേഷ്യസ് ആയിരുന്നു. ഏറ്റവും വലിയ ആശ്വാസം എന്താണെന്നറിയോ, അവിടെ ഹൈ ചെയർ ഉണ്ടായിരുന്നു ബേബീസിൻ്റെ. അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ചില ഹോട്ടലോ റെസ്റ്റോറൻറ്റിൽ പോയാൽ അത് ഉണ്ടാവാറില്ല. ഞാൻ മുമ്പത്തെ വീട്ടിലും പറഞ്ഞിട്ടുണ്ട്, നീലുവിനെ പിടിച്ചിരുത്തണമെങ്കിൽ അതുണ്ടെങ്കിലേ പറ്റുള്ളൂ. പിന്നെ നീലുവിനെ ഇതേ ചെയറിലിരുത്തി ഫോണിൽ വീഡിയോ വെച്ച് കൊടുത്തിട്ട് ഞാൻ അത് വെട്ടി വിഴുങ്ങാൻ തുടങ്ങി. ഇടയ്ക്ക് നീലു ബേബിക്കും കൊടുക്കുന്നുണ്ട്. എൻ്റെ ഗായ്സ് പറയാതിരിക്കാൻ വയ്യ. ഇതുവരെ ആ റെസ്റ്റോറൻറ്റിൽ പോവാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ പൊക്കോ, ഒരു നഷ്ടവും വരില്ല. അത്രയും അടിപൊളി ഫിഷായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. ഫിഷും അതെ, എല്ലാം നല്ല ഫ്രഷ് ഫിഷായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇത്രയും പേര് കഴിച്ചിട്ട് പോലും ഞങ്ങൾക്ക് അത്ര തന്നെ ബില്ലായിട്ടുള്ളൂ. ഒരുപാട് കത്തിയൊന്നുമല്ല, അത്യാവശ്യം ആവശ്യത്തിനുള്ള കാശ് തന്നെ ആയിട്ടുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ കത്തിയായിട്ടൊന്നും തോന്നിയില്ല. ഭയങ്കര സ്പേഷ്യസ് ആണ് ആ റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ മുകളിലും നമുക്ക് ഇരിക്കാമെന്ന് തോന്നുന്നു കേട്ടോ. സ്റ്റെയർ ഒക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ കയറി നോക്കിയില്ല. ഞങ്ങളുടെ ബില്ല് ചെയ്തായിരുന്നു, നമുക്ക് അത്ര കത്തിയായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഞങ്ങൾ കയറി വരുമ്പോൾ തന്നെ അവിടെ ഇന്നത്തെ സ്പെഷ്യലിൻ്റെ ബോർഡും പിന്നെ റേറ്റും ഒക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് അതിൻ്റെ ഓപ്പൺ കിച്ചണും. ഭയങ്കര വൃത്തിയായിരുന്നു, കസ്റ്റമർ സർവീസ് നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതേ അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിച്ച് വയറ് നിറഞ്ഞ് ഭയങ്കര ക്ഷീണമായിട്ട് പോലും ഞങ്ങൾ അവിടെ നിന്ന് കുറേ സെൽഫിയൊക്കെ എടുത്തിട്ട് ഇതേ അവിടെ